പെട്രോൾ പമ്പ് ഉടമകളുടെ അനിശ്ചിതകാല സമരം ജനങ്ങളെ ബാധിച്ചു. ലൈസൻസിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് സമരം. സെയിൽസ് ടാക്സ് റെയ്ഡിനെ തുടർന്ന് ആലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്ത് വ്യാപാരി വ്യവസായികൾ കടയടച്ച് സമരം നടത്തി. സംസ്ഥാനത്തെ 2300ഓളം പെട്രോൾ പമ്പുടമകളാണ് അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുക്കുന്നത്. പെട്രോൾ പമ്പുടമകളോട് പുതുതായി എടുക്കണമെന്നാവശ്യപ്പെട്ട 4 ലൈസൻസുകൾ ഓയിൽ കമ്പനികൾ പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സമരം നടത്തുന്നത്. കേരളത്തിലെ പെട്രോൾ പമ്പുകളിൽ ഈ കാര്യം സുഗമമായിട്ട് നിയമപരമായിട്ട് പെട്രോളും ഡീസലും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 4 പുതിയ ലൈസൻസുകളുണ്ട്. ഓരോ കമ്പനികളും സംസ്ഥാന സർക്കാരുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തൊരു തീരുമാനം ഞങ്ങളെ അറിയിക്കുന്നു. അരമണിക്കൂറിനകം കേരളത്തിലെ എല്ലാ പമ്പുകളും ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ലൂബ് ഓയിൽ സെയിൽസ്, ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങി 4 പുതിയ ലൈസൻസുകൾ എടുക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത് പമ്പുടമകൾക്ക് കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ പറയുന്നു. സമരം തുടർന്നാൽ സംസ്ഥാനത്ത് ഇന്ധനക്ഷാമം രൂക്ഷമാകും. റിപ്പോർട്ടർ, കൊച്ചി.